നമ്മൾ പോത്തുകളെ കഴുകാൻ പോവുകയാണ്. പോത്തുകൾ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് അതുകൾ ആട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ നടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവരൊറ്റ ഓട്ട് ഓടും കേട്ടോ. നമ്മൾ പാടത്തേക്ക് ഇറങ്ങാണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ പോത്തുകളെയും കൊണ്ട് വെള്ളത്തേക്ക് തോട്ടിക്ക് പോകണ്ട കഴുകാൻ. ഒരാളുടെ കയറഴിച്ച് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കൂടെ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ പോത്തുകൾ എന്താ പാടമാണ്. വേണ്ടത് തോടും ഇത് പാടമാണ്. ഇവിടെ മേയാനൊക്കെ നിറയുണ്ട്. ഇവരൊക്കെ കൊണ്ട് വരാണ്ട് എത്രയും നിറയും. ഇതാ തോട്ടിക്ക് ഇറക്കണതാണ്. ഇതാണ് വേണ്ട പഞ്ചിയും പടവും. ഇവർ ഇവിടേക്ക് ഇറങ്ങിയാൽ നമുക്ക് പണിയാണ്. നമ്മുടെ കൊണ്ടൊക്കെ നടക്കടാ കൂടാ. ഇതിലെന്താ ചെയ്യണേ? ഇവരിന് എപ്പോഴും വെള്ളത്തിൽ കൊണ്ട് തന്നെ പാടമില്ലെങ്കിൽ നമുക്ക് പേടിയില്ല, നേരെ ഒന്നും ഇവർ ഇറങ്ങും. പക്ഷെ പാടമുള്ളതുകൊണ്ട് ഒരു മിക്കവാറും പാടത്തേക്ക് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അല്ലാണ്ട് അവിടെയും പാടമാണ്, ഇതെവിടെയും പാടമാണ്. ഇതിനൊന്നും നന്നായി തേച്ച് കഴുകണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ കണ്ടവരെയൊക്കെ പുല്ലുണ്ട്. ഇവർ പിന്നെ വെള്ളത്തൂടെ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് തോട്ടിൽ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതാണ് നമ്മുടെ പോത്തുകളെ കഴുകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൂൻ്റെ അച്ഛനായിരിക്കും നമുക്ക് പോത്തൊക്കെ കഴുകി തരിക. അച്ഛൻ വരും ഈ വെള്ളത്തിലിറങ്ങി. അപ്പോൾ കഴുകണം, ആണെങ്കിൽ ഒരാൾ കഴുകും. രണ്ടാളവിടെ ഒരു തോട്ടിക്ക് വന്നിട്ട് കുറേ ഇട്ട്. പിന്നെ നമ്മൾ പണ്ട് പോത്ത് മേടിച്ച സമയത്താണ് നമ്മൾ തോട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഇവിടെ പാടമൊക്കെ അതിന് ശേഷം പഞ്ചയൊക്കെ ഇട്ടതിന് ശേഷം എപ്പോഴാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പോത്തിനെ കഴുകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരിതിൽ കൂടെ നടക്കുകയാണ് കഴുകാൻ വിടാണ്ട്. ഇതാണ് ഇവരെ കൊണ്ടുള്ള പ്രശ്നം, നേരെ നിൽക്കില്ല. ഈ ഇവിടെ മിണ്ടാണ്ട് കിടക്കുക ചെയ്യുക. ഇന്ന് ഇതപ്പോൾ നോക്കുക വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. എന്ത് വെള്ളം കഴുകാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. നോക്കവൻ കാണുന്നു കാണിക്കണത്. പോത്ത് വെള്ളം കഴുകാൻ കൊണ്ടുവന്നാണ്. ഇതെല്ലാം നേരെ നിൽക്കുന്നില്ല, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കുന്നു. പോത്ത് നമ്മുടെ തോട്ടിൽ കഴുകുന്ന വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും തോട്ടിൽ കൊണ്ടുവന്ന് കുഴിയിൽ ഇപ്പോൾ മഴയൊന്നും 2-3 ദിവസം ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും വൃത്തിയില്ല. അപ്പോൾ നമ്മൾ തോട്ടിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷെ പാടുള്ളതുകൊണ്ടാണ് പേടി. ഇപ്പോൾ തോട്ടിൽ കഴുകാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അതിൻ്റെ ചെവിൻ്റെ ഉള്ളും കാലിൻ്റെ ഈ കുളമ്പില്ലേ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകണം കേട്ടോ. കാരണം കാലിൻ്റെ കുളമ്പിൻ്റെ അടിയിൽ വളം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ കുളമ്പ് രോഗം വരും. അത് ഈ വളമൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതലും കുളമ്പ് രോഗം വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊഴുത്തായാലും ഇവർ നിൽക്കുന്ന സ്ഥലമായാലും വളം ഇല്ലാണ്ട് നന്നായി ക്ലീൻ ചെയ്തിടണം, അല്ലെങ്കിൽ കുളമ്പ് രോഗം വരും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പോത്ത് കഴുകുന്നത്. അപ്പോൾ നമ്മളുടെ പോത്ത് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞ് കിടക്കുന്ന സീനാണ് കേട്ടോ. പോത്തുകളിനെയൊക്കെ കഴുകി കഴിഞ്ഞു. ചെവിയും കാലിൻ്റെ താഴമൊക്കെ നന്നായി കഴുകണം കേട്ടോ. പോത്ത് കയറിയിട്ടത് അവിടെ പാടമാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ നടക്കണം. അപ്പോഴേക്കും മിക്കൂസും വന്നിട്ടുണ്ട്. 2 അതിൽ തന്നെ കിടക്കുന്നുണ്ട്. ബാ ഇങ്ങോട്ട് ഇറങ്ങാണ്ട് ഇവരെ കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾ പോയാലാണ് ബാക്കി 2 ബാക്കിൽ വരുള്ളൂ. അതിന് മെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പോത്തുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതാ ഇവിടെ പാടണം. അപ്പോൾ സൈഡ് തിരിച്ചു വിട്, വഴുക്കുണ്ട്. കഴിഞ്ഞ് 2 ഓടിയിട്ടാവും. നമ്മുടെ ഒരു കടമ്പ കഴിഞ്ഞു. എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറ്റിയിട്ട് കഴുകി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.